പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാനോ ഇരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നാം ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കുത്തരം തരുവാൻ ഒരു ദൈവമുണ്ട്. എത്രയോ അർത്ഥമുള്ളൊരു പാട്ടായത്. എനിക്ക് പാടാൻ അറിയില്ല, പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആ വൻ കൃപ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ആനന്ദമാണ്. എത്ര കൃപയോടുകൂടിയാണ് ഈ പാട്ട് ആരായാലും എഴുതിയത്. അങ്ങനെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, നമുക്കുത്തരം തരുന്ന ഒരു സ്വർഗീയ പിതാവ്, ആ പിതാവ് നമ്മളുടെ കൂടെയുണ്ട്. ആ പിതാവിൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ആ പുത്രൻ തിരികെ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആ പുത്രൻ വാഗ്ദാനം ചെയ്തതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ ഞാൻ ഒരു സഹായകനെ അയക്കും. ആ സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിൻ്റെ അതിർത്തി വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു മാറ്റവുമില്ല. നമ്മൾ യേശുവിന് സാക്ഷികളായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറണം. അപ്പോഴാണ് നമുക്ക് കർത്താവ് ഉത്തരം തരുന്നത്. ഓരോ നിമിഷങ്ങളിലും ദൈവം നമ്മെ കൊണ്ട് നടക്കുന്ന സ്നേഹം. ദൈവം നമ്മളോട് എന്താണ് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്, അല്ലേ? വീണ്ടും എന്താ കർത്താവ് പറയുന്നത്? രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയോ? കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചോ? കണ്ടോ, കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവിൻ്റെ ചെവിക്ക് കേൾവിക്കുറവില്ല. നമ്മൾ എന്തു പറഞ്ഞാലും കേൾക്കാൻ കഴിവുള്ള കർത്താവ്, നമ്മളെ സഹായിക്കുന്ന രക്ഷകരമായ കരവുള്ള ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവരെല്ലാം ഞാൻ ഓർക്കുന്നു. അനുദിനവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്കും വളരെ ബലവത്താണ്. അങ്ങനെ നമുക്കെല്ലാവർക്കും ദൈവമക്കളായി മുന്നേറാം. എനിക്ക് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥന ചോദിച്ചാൽ ആ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിരന്തരം നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ മനോഹരമായ ഒരു പൂമാലയായി മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എനിക്ക് ദാനമായി തന്നവയെല്ലാം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ മനോഹരമാക്കി വെച്ച് അവരെല്ലാം അനുഗ്രഹിച്ച് വിശദീകരിക്കണം. എനിക്ക് തന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സൂക്ഷിച്ചു വെച്ച് അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.